ഒന്നാലോചിച്ചു നോക്കിയേ, നിങ്ങൾ പെട്ടെന്നൊരു ദിവസം ചെറുതാകാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതൊരു ഫാന്റസി സിനിമയിലെ കഥയൊന്നുമല്ല. ഭൗതികശാസ്ത്രത്തിന്റെ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നമുക്കിങ്ങനെ സങ്കൽപ്പിക്കാം, ദാ ഈ നിമിഷം മുതൽ നിങ്ങൾ ചെറുതാകാൻ തുടങ്ങുകയാണ്. ഇതൊരു കളിച്ചിരിയല്ല. ശരിക്കും പറഞ്ഞാല് ഭൗതികശാസ്ത്രം വെച്ചു നോക്കുമ്പോൾ വളരെ ഭയാനകമായ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വേഗത ഇതാണ്: ഓരോ സെക്കൻഡിലും 1 സെന്റിമീറ്റർ വെച്ച്. അതായത് 1 സെക്കൻഡ് ടിക് എന്നു പറയുമ്പോഴേക്കും നിങ്ങളുടെ ഒരു അംശം പോയി. ഇതങ്ങനെ പതുക്കെയൊന്നുമല്ല, വളരെ പെട്ടെന്നുള്ള അതിവേഗത്തിലുള്ള ഒരു ദുരന്തമാണ്. ആദ്യത്തെ ആ 1 മിനിറ്റിൽ തന്നെ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന് നമുക്ക് നോക്കാം. അപ്പോ ആദ്യത്തെ മിനിറ്റ്, തകർച്ചയുടെ തുടക്കം. അതായത് വെറും 60 സെക്കൻഡ് കൊണ്ട് ഒരു 120 സെന്റിമീറ്റർ ഉയരമുള്ള നിങ്ങൾ 110 സെന്റിമീറ്ററിലേക്ക് ചുരുങ്ങും. ഏകദേശം ഒരു ചെറിയ കുട്ടിയുടെ വലുപ്പത്തിലേക്ക്. ഈ മാറ്റം നിങ്ങളുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുമോ? ഒരു രക്ഷയുമില്ല, താങ്ങാനേ പറ്റില്ല. ഈ തകർച്ചയ്ക്ക് കൃത്യമായൊരു ടൈം ലൈൻ തന്നെയുണ്ട് കേട്ടോ. വെറും 5 സെക്കൻഡ്, അപ്പോഴേക്കും തല കറങ്ങി താഴെ വീണിട്ടുണ്ടാകും. 30ാമത്തെ സെക്കൻഡ് ആകുമ്പോഴേക്കും ശരീരത്തിലെ സിസ്റ്റംസൊക്കെ പണിമുടക്കും. ഇനി 1 മിനിറ്റ് തികയുമ്പോഴോ നിങ്ങൾ ഉള്ളിൽ നിന്ന് ചൂടാകാൻ തുടങ്ങും, അക്ഷരാർത്ഥത്തിൽ വേവാൻ തുടങ്ങും. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങളുടെ ശരീരം ഇത്ര പെട്ടെന്ന് ചുരുങ്ങുമ്പോൾ തലച്ചോറിന് ഇതിനൊപ്പം എത്താൻ പറ്റില്ല. രക്തയോട്ടം, നാഡീവ്യൂഹം എല്ലാം താളം തെറ്റും. പിന്നെന്ത് സംഭവിക്കും? ബാലൻസ് പോകും. നിൽക്കാൻ പോലും പറ്റാതെ നിങ്ങൾ താഴെ വീഴും. പക്ഷെ അതിനേക്കാളൊക്കെ ഭീകരമായൊരു കാര്യമുണ്ട്. നിങ്ങളുടെ സ്വന്തം ശ്വാസകോശം തന്നെ നിങ്ങൾക്കൊരു ശത്രുവായി മാറും. ഒന്ന് ആലോചിച്ചു നോക്കൂ. ശ്വാസനാളങ്ങളും ശ്വാസകോശത്തിലെ ചെറിയ അറകളുമൊക്കെ ചുരുങ്ങുമ്പോൾ ഉള്ളിലുള്ള വായുവിന് പുറത്തേക്ക് പോകാൻ ഒരു വഴിയുമുണ്ടാവില്ല. അതൊരു പ്രഷർ കുക്കർ പോലെയാകും, ഒരു സ്ഫോടനം പോലെ. നിങ്ങളുടെ ശ്വാസകോശം പൊട്ടിത്തെറിക്കാൻ വരെ ചാൻസുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തൽക്ഷണം ബോധം പോകും. ശ്വാസകോശവും രക്തയോട്ടവുമൊക്കെ പണിമുടക്കുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ വേദനയൊന്നും അറിയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ അൺകോൺഷ്യസ് ആവും. ഒരു തരത്തിൽ അതൊരു ആശ്വാസമാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ശരി, ഇനി അടുത്ത മിനിറ്റിലേക്ക് കടക്കാം. 2ാം മിനിറ്റ്. ശരീരം ഉരുകിത്തീരുന്ന നിമിഷങ്ങൾ. 2ാമത്തെ മിനിറ്റിൽ നിങ്ങൾ വീണ്ടും ചുരുങ്ങുകയാണ്. 110 സെന്റിമീറ്ററിൽ നിന്ന് വെറും 50 സെന്റിമീറ്ററിലേക്ക്. അതായത് ഒരു ചെറിയ പാവയുടെ വലിപ്പത്തിലേക്ക്. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ശരീരം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. അതായത് നമ്മുടെ ശരീരം എപ്പോഴും ചൂടുണ്ടാക്കുന്നുണ്ടല്ലോ, ഒരു എഞ്ചിൻ പോലെ. സാധാരണഗതിയിൽ ഈ ചൂട് നമ്മുടെ തൊലിയിലൂടെ പുറത്തേക്ക് പോകും. പക്ഷേ നിങ്ങൾ ചുരുങ്ങുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ